നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷനിൽ മണ്ണിടിഞ്ഞു. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് ആഴത്തിൽ തയ്യാറാക്കിയ കാനയുടെ മണ്ണാണ് ഇടിഞ്ഞത്. ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീട്ടിലെ ഫ്രിഡ്ജ് തീപിടിച്ച് പൊട്ടിത്തെറിച്ചു. ഒഴിവായത് വൻ ദുരന്തം. കോലരിയിൽ വാഷിംഗ് മെഷീൻ കത്തിനശിച്ചു. ദേശീയപാത ചന്ദ്രാഭിനയിൽ ടിപ്പർ ലോറിയിടിച്ച് ഇരുചക്രവാഹന യാത്രികനായ വ്യാപാരി മരിച്ചു. കൈപ്പമംഗലം സ്വദേശി സെയ്ദ് മുഹമ്മദാണ് മരിച്ചത്. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം നാടെങ്ങും ആചരിച്ചു. സമൂഹ പ്രാർത്ഥനകളിൽ നിരവധി പേർ പങ്കെടുത്തു. കാഞ്ഞിരക്കോട് വനം വകുപ്പ് കേസെടുത്ത യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം. യുവാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ അനധികൃത കയ്യേറ്റം. ഗാലറി നിർമ്മാണ പ്രവർത്തനം ആക്ഷൻ കമ്മിറ്റി തടഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ മുരിങ്ങൂർ ജംഗ്ഷനിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് സർവീസ് റോഡ് ഭാഗികമായി തകർന്നു. തൃശൂർ എറണാകുളം റൂട്ടിൽ മുരിങ്ങൂരിലെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് എതിർവശത്തായിരുന്നു മണ്ണിടിഞ്ഞത്. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് 7 അടിയോളം ആഴത്തിൽ തയ്യാറാക്കിയ കാനയുടെ മണ്ണാണ് കനത്ത മഴയിൽ ഇടിഞ്ഞത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷം അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് അപകട ഭീഷണി ഒഴിവാക്കി. 20 മീറ്ററോളം ഇടിച്ചിൽ സംഭവിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വാഹനങ്ങൾ ഒറ്റവരിയായാണ് കടത്തിവിടുന്നത്. മണ്ണിടിഞ്ഞ ഭാഗത്തടക്കം കാനയുടെ അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ തുടങ്ങി. അതേസമയം മഴ തുടർന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ മണ്ണിടിയുമെന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവച്ചിരുന്ന പാലിയേക്കരയിലെ ടോൾ പിരിവ് നാളെ പുനരാരംഭിച്ചേക്കും. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ചില ഉപാധികൾ ഏർപ്പെടുത്തുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിക്കാൻ അനുമതി നൽകാമെന്നും ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ V. മേനോൻ എന്നിവരുടെ ബെഞ്ച് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പാലിയേക്കരയിൽ ടോൾ നിരക്ക് പരിഷ്കരിച്ചത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കുവാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതുക്കിയ ടോൾ ആയിരിക്കുമോ ഇനി മുതൽ ഈടാക്കുക എന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിന് ശേഷമേ വ്യക്തമാകൂ. ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീട്ടിലെ ഫ്രിഡ്ജ് തീപിടിച്ച് പൊട്ടിത്തെറിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇരട്ടപ്പുഴ കണ്ണമൂട് ഹെവൻലി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കല്ലിപ്പറമ്പിൽ ഷഹർബിന്റെ വീട്ടിലാണ് സംഭവം. ഷഹർബാന്റെ മകളാണ് ഫ്രിഡ്ജിന് തീപിടിക്കുന്നത് കണ്ടത്. ഷഹർബാന്റെ 80 വയസ്സുള്ള കിടപ്പ് രോഗിയായ മാതാവിനെ പുറത്തേക്ക് എത്തിച്ച ഉടൻ ഉഗ്രശബ്ദത്തോടെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു. പിന്നീട് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വീടിന്റെ ചുമരിന് കേടുപാട് സംഭവിച്ചു. വീട്ടിലെ മറ്റ് സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പുലർച്ചെ ഒരു 3 മണി 2:45 സമയത്താണ് പെട്ടെന്ന് കരണ്ട് പോയപ്പോൾ മോൾക്ക് ഉണർച്ച വന്നതാണ്. അപ്പോൾ മോൾക്ക് ഉണർച്ച വന്ന് നോക്കിയപ്പോൾ അകത്ത് വിളിച്ചു. അപ്പോൾ അവൾ എനിക്ക് നോക്കിയപ്പോൾ ഫ്രിഡ്ജ് നിന്ന് കത്തണം. അപ്പോൾ അവൾ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഫ്രിഡ്ജ് കത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വാതിൽ തുറന്ന് പുറത്ത് പോയിട്ട് അടുത്തുള്ള വീട്ടുകാരൊക്കെ വിളിച്ചെടുപ്പിച്ചു. കോലരിയിൽ വീട്ടിലെ വാഷിംഗ് മെഷീന് തീപിടിച്ചു. മുഹമ്മദ് എന്നയാളുടെ വീട്ടിലെ വാഷിംഗ് മെഷീനാണ് തീപിടിച്ചത്. റൂമിലെ വയറിംഗ് ഭാഗികമായി കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ചാലക്കുടി മേലൂരിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ വീട്ടമ്മയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. വെട്ടുകടവ് ശാന്തിപുരം പള്ളിക്ക് സമീപം നെറ്റിക്കാടൻ എൽസിയാണ് വെള്ളം കോരുന്നതിനിടയിൽ കിണറ്റിൽ വീണത്. വിവരം ലഭിച്ച ഉടനെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ RK രമേശിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയത്. ദേശീയപാത ചന്ദ്രാപിനിയിൽ ടിപ്പർ ലോറിയിടിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരിച്ചു. കാളമുറിയിലെ CJ ആൻഡ് കമ്പനി ബെഡ് എംപോറിയം ഉടമ കൈപ്പമംഗലം സ്വദേശി ചൂലുകാരൻ 89 വയസ്സുള്ള സെയ്ദ് മുഹമ്മദാണ് മരിച്ചത്. സെയ്ദ് മുഹമ്മദ് സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് പുറകിൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. തെറിച്ച് റോഡിലേക്ക് വീണ CJയുടെ ദേഹത്തുകൂടെ ടിപ്പർ ലോറി കയറിയിറങ്ങുകയായിരുന്നു. ദൃക്സാക്ഷികൾ അഭിപ്രായപ്പെട്ടു. ഉടൻ തന്നെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറിയാണ് അപകടമുണ്ടാക്കിയത്. കൈപ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചിറ്റണ്ട തൃക്കണപതിയാരം സെന്ററിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച അപകടം. യുവാവിന് പരിക്ക്. മലപ്പുറം സ്വദേശി പുത്തൻതൊടി വീട്ടിൽ വിഷ്ണു വിവേകിനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ പാതയോരത്തെ കാനയിലേക്ക് മറഞ്ഞു. പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കൊടുങ്ങല്ലൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ 98ാമത് മഹാസമാധി ആചരിച്ചു. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ വൈദിക യോഗത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുപൂജ, സമൂഹാർച്ചന, പ്രഭാഷണം, ധ്യാനം, പ്രസാദഊട്ട് എന്നിവ നടന്നു. ഡോക്ടർ TS വിജയൻ ഗുരുപഥം സമാധിദിന സന്ദേശം നൽകി. ചാലക്കുടി SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ സമാധി ദിനം ആചരിച്ചു. കൂടപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങ് യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ സമാജം സെക്രട്ടറി AT ബാബു, SNDP യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി മനോജ് പള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിച്ചു. PTA പ്രസിഡന്റ് രാജേഷ് ശേഖരൻ അധ്യക്ഷനായിരുന്നു. മാനേജ്മെന്റ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ശ്രീവത്സൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശ്രീനാരായണ പ്രവർത്തകനായ ജയറാം കടവിൽ, പ്രിൻസിപ്പൽ M പ്രവീൺ, പ്രധാന അധ്യാപിക CS ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ വടക്കേത്തറ SNDP ശാഖ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു. സമൂഹ പ്രാർത്ഥനയിൽ നിരവധി പേർ പങ്കെടുത്തു. രക്ഷാധികാരി MK നാരായണൻ, ശാഖാ സെക്രട്ടറി MS സജേഷ്, മുൻ ശാഖാ പ്രസിഡന്റ് P രാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇനിയൊരു ഇടവേളയാണ്. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC, non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വാർത്തകളിലേക്ക്. കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് വനം വകുപ്പ് കേസെടുത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിന് സമീപത്താണ് ഉപരോധം നടന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനത്തെ തുടർന്നാണ് കാഞ്ഞിരക്കോട് സ്വദേശി മിഥുൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, മിഥുന്റെ കുടുംബത്തിന് സർക്കാർ ജോലി നൽകി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാതെ നടത്തുന്ന ഗാലറിയുടെ നിർമ്മാണ പ്രവർത്തനം ആക്ഷൻ കമ്മിറ്റി തടഞ്ഞു. ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് വലിയ രീതിയിലുള്ള കയ്യേറ്റമാണ് സ്വകാര്യ വ്യക്തികൾ നടത്തിയിട്ടുള്ളതെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. സ്കൂൾ ഗ്രൗണ്ടിന്റെ സ്ഥലം റോഡായി ഉപയോഗിക്കുകയും സ്ഥലം കയ്യേറി മതിൽ കെട്ടിയതായും പരാതിയുണ്ട്. സർവേയിൽ കയ്യേറ്റം കണ്ടെത്തി. എന്നാൽ അളന്ന് തിട്ടപ്പെടുത്തിയെടുക്കാതെ കയ്യേറ്റ ഭൂമി വിട്ടു നൽകുന്ന തരത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണമെന്നും ആരോപണമുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചതിനു ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അനുവദിക്കൂ എന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കോൺട്രാക്ടറെയും ഉദ്യോഗസ്ഥരെയും അറിയിച്ചു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ PL തോബിയാസ്, വൈസ് ചെയർമാൻ PP യേശുദാസ്, ജനറൽ കൺവീനർ സാബു കുറ്റിക്കാട്ട്, ജോയിന്റ് കൺവീനർ സന്താൾ അത്താണിക്കൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പൊതുമുതൽ കയ്യേറ്റത്തിനെതിരെ നിയമ നടപടികളും പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി.
കയ്പമംഗലത്ത് കടലിൽ മത്സ്യബന്ധനത്തിനിടെ വല നശിച്ചു. കയ്പമംഗലം സ്വദേശി കോഴിപ്പറമ്പിൽ അജോയുടെ വള്ളത്തിലെ വലയാണ് നശിച്ചത്. കടലിൽ കിടന്നിരുന്ന കണ്ടെയ്നറിലോ മറ്റോ കുടുങ്ങിയാണ് വല നശിച്ചത്. വല തിരിച്ചെടുക്കാൻ കഴിയാതായതോടെ മറ്റ് 2 വള്ളക്കാരെ വിളിച്ചു വരുത്തി വല പകുതിയോളം മുറിച്ചെടുത്തു. പകുതി വല കടലിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. 50ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന വള്ളത്തിലെ വലയാണ് നശിച്ചത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. നിരന്തരമായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ജാനലിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം 3-5 വള്ളക്കാർക്ക് സംഭവം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളെ നഷ്ടം വന്നിരിക്കുന്ന കാര്യം വെച്ചാൽ 10 ലക്ഷത്തോളം ഞങ്ങൾക്ക് നഷ്ടമാണ്. അത് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് മുന്നോട്ട് പോകണത് പലിശക്ക് പണം കൊടുത്തിട്ടും അതുപോലെ തന്നെ സൊസൈറ്റികളിലും അടവുകളും കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം. പണികൾ വളരെ മോശമാണ്. അടങ്ങുന്ന വെള്ളമാണ്. ഈ 50 കുടുംബം പട്ടിണിയാണ്. പുതിയ വല വാങ്ങി നെയ്തെടുത്ത് പണിക്കിറങ്ങാൻ 10 ദിവസത്തോളം വേണ്ടിവരും. 2 ആഴ്ച മുൻപ് നാട്ടികയിൽ നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ ഗുരുദക്ഷിണ എന്ന വള്ളത്തിലെ വലയും നശിച്ചിരുന്നു. കുന്നുകുളം തിരുത്തിക്കാട് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേരെ കസ്റ്റഡിയിലെടുത്തു. തിരുത്തിക്കാട് ബണ്ടിന് സമീപത്തായിരുന്നു സംഭവം. കിഴൂർ സ്വദേശി അതുലിനാണ് പരിക്കേറ്റത്. തിരുത്തിക്കാട് സ്വദേശികളായ 3 പേർ ബൈക്കിൽ പോകുന്നതിനിടെ കിഴൂർ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നവരുമായി നടന്ന വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കിഴൂർ സ്വദേശികളായ ആദിത്യൻ, അതുൽ, മോഹൻദാസ്, ഭാവദാസ്, വിഷ്ണു, ലിബിൻ, അതുൽ എന്നിവരും തിരുത്തിക്കാട് സ്വദേശികളായ പ്രണോയ്, ആദർശ്, നന്ദു എന്നിവരും തമ്മിലാണ് സംഘർഷമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. എല്ലാ സംഘടനകൾക്കും സ്വന്തമായി സൗകര്യങ്ങൾ ഉണ്ടെന്നും എന്നാൽ എല്ലാവർക്കുമായുള്ള പൊതു ഇടങ്ങൾ കേരളത്തിൽ കുറഞ്ഞു വരുന്നതായും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. അന്നമനട പുറക്കുളം നായനാർ പാർക്കിന്റെ ലൈറ്റിന്റെയും ടേക്ക് എ ബ്രേക്കിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ സാമുദായിക സംഘടനകൾക്കും ഓഫീസും കേന്ദ്രമുണ്ട്. SNDP, NSS, പാരിഷ് കമ്മിറ്റി, KPMS എല്ലാം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് ഈ ഭാഗത്തെത്തി. അതോടൊപ്പം തന്നെ ബാബുക്ഷണ സമിതി ഉണ്ടാവുകയും സാംസ്കാരിക സമ്മേളനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TK സതീശൻ, KA ഇക്ബാൽ, മഞ്ജു സതീശൻ, വാർഡ് മെമ്പർ KK രവി നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. KSKTU പന്നിത്തട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു. സംഗമം കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമിതി അംഗം P മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KK മണി അധ്യക്ഷനായിരുന്നു. കർഷക സംഘം മേഖലാ സെക്രട്ടറി V ശങ്കരനാരായണൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് T അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ചേലക്കുടുകര SNDP യോഗം ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണം സംഘടിപ്പിച്ചു. അന്നദാനത്തിന്റെ ഉദ്ഘാടനം മുൻ മേയർ IP പോൾ നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് സുരേഷ് കുമാർ ചോമോട്ടിൽ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ മേഴ്സി അജി, EV സുനിൽ രാജ്, SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ, ചേലക്കുടുകര ക്ഷേത്രം പ്രസിഡന്റ് KU വേണുഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ 98ാം മഹാസമാധി ദിനം സമുചിതമായി ആചരിച്ചു. ചടങ്ങുകൾക്ക് മേൽശാന്തി സിജിത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, വൈസ് പ്രസിഡന്റ് സാജൻ കൂട്ടാല, ക്ഷേത്രം സെക്രട്ടറി രതീഷ് കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി.
പാലക്കാട് ജില്ലാ പുരുഷ വനിതാ സീനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് കടമ്പൂരിൽ നടന്നു. പാലക്കാട് സ്പോർട്സ് കൌൺസിലിന്റെയും ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെയും കടമ്പൂർ കബഡി കൂട്ടായ്മയുടെയും യുവരശ്മി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, വാർഡ് മെമ്പർ M. വിജിത, പ്രസിഡന്റ് A. സുധീർ, കബഡി കൂട്ടായ്മ കൺവീനർ P. സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിൽ വെച്ച് തന്നെ, കടമ്പൂരിൽ വെച്ച് തന്നെ ഞാൻ എത്രയോ തവണ വന്നിട്ടുള്ള ഒരു വിദ്യാലയമാണിത്. ഇവിടെ വെച്ച് തന്നെ ഇത്തരം ഒരു ടൂർണമെന്റ് പ്രദേശത്തുള്ള ടീമുകൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് നടത്തുന്നു എന്നത് ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള ഒന്നാണ്. അദ്ദേഹം ഒരു കണ്ടാണശ്ശേരി ശങ്കരംകുളത്ത് വൈദ്യുതി തൂണിലൂടെ മുകളിൽ കയറിയ മലമ്പാമ്പ് ഷോക്കേറ്റ് ചത്തു. വൈദ്യുതി ലൈനിൽ സ്പർശിച്ച പാമ്പിന് ഷോക്കേൽക്കുന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിലും KSEBിയിലും വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി വൈദ്യുതി ലൈനിൽ നിന്ന് പാമ്പിനെ രക്ഷപ്പെടുത്തി. ഷോക്കേറ്റ് ശരീരം പൊള്ളിയിരുന്നുവെങ്കിലും ജീവനുണ്ടായിരുന്നു. ഉടൻ തന്നെ കുന്നംകുളം മൃഗാശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചത്തു. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ തമ്പുരാൻപടിയിൽ വൈദ്യുതി തൂണിലൂടെ കയറിയ മലമ്പാമ്പിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തുകയായിരുന്നു. സാംബവ മഹാസഭ കൂടപ്പുഴ ശാഖയുടെ കുടുംബസംഗമവും ഓണാഘോഷവും നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി VM സുബ്രൻ, കലാഭവൻ ജയൻ, KV അജി, PK സാജൻ, ശശി കോട്ടായി, PK സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം വെള്ളാനിക്കര ശാഖ മുൻ പ്രസിഡന്റ് PN ഗോവിന്ദൻ എഴുത്തച്ഛന്റെ 1ാം ചരമവാർഷികവും അനുസ്മരണ യോഗവും നടത്തി. മാടക്കത്തറ പഞ്ചായത്ത് മെമ്പർ തുളസി സുരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ BG അധ്യക്ഷത വഹിച്ചു. എഴുത്തച്ഛൻ സാംസ്കാരിക വേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KKS കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി AK ഉണ്ണികൃഷ്ണൻ, മുൻ പഞ്ചായത്ത് മെമ്പർ VS ഗോപി, MR വിശാലാക്ഷൻ, PN രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് പാലക്കലിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാക്കളെയും അമ്മയെയും ആക്രമിച്ച് മൊബൈൽ ഫോണുകൾ കവർന്ന സ്റ്റേഷൻ റൌഡിയും കൂട്ടാളികളും അറസ്റ്റിൽ. കരുവന്നൂർ സ്വദേശി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഷമീർ, ഊരകം പനംകുളം സ്വദേശി വിളിയത്ത് വീട്ടിൽ മണി എന്നറിയപ്പെടുന്ന രാജീവൻ, ആറാട്ടുപുഴ സ്വദേശി തേലപ്പള്ളി വീട്ടിൽ ദേവദത്തൻ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മോട്ടോർ സൈക്കിൾ വിൽപ്പന നടത്താമെന്ന് പറഞ്ഞതിൽ നിന്ന് പിൻവാങ്ങിയതിലുള്ള വൈരാഗ്യത്തിൽ യുവാക്കളെ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും തടയാൻ ശ്രമിച്ച ഇവരുടെ അമ്മയെ ആക്രമിച്ച് വരുത്തുകയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തി 3 മൊബൈൽ ഫോണുകൾ കവർ ചെയ്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. പ്രതികൾ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. പൊന്നാനി തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷ്ണു ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് പുതിയതായി നിർമ്മിച്ച ബലിക്കൽ പുരയുടെ നിർമ്മാണം പൂർത്തിയായി. ശില്പി എളവള്ളി നന്ദനാണ് ദാരുശില്പങ്ങൾ നിർമ്മിച്ചത്. പൂർണ്ണമായും ആഞ്ഞിലി മരത്തിലാണ് ശില്പം നിർമ്മിച്ചത്. മുഖപ്പുകൾ, ചാരുകാലുകൾ, വ്യാളി രൂപങ്ങൾ, നവഗ്രഹങ്ങൾ, ഗരുഡശില്പം, കൃഷ്ണൻ, ലക്ഷ്മിദേവി, പക്ഷിമാല, മൃഗമാല, ലതകൾ എന്നിവ ആലേഖനം ചെയ്തിട്ടുണ്ട്. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിക്കാണ് കൈക്കണക്കുകൾ തയ്യാറാക്കിയത്. തൃക്കാവ് ഈശ്വരനിവാസിൽ ബാലകൃഷ്ണസ്വാമിയാണ് ബലിക്കൽപുര വഴിപാടായി സമർപ്പിച്ചത്. മണ്ണുത്തി ഹോളി ഫാമിലി LP സ്കൂൾ ഗ്രൗണ്ടിൽ കിണറ്റിൽ വീണ പശു ചത്തു. കിണർ മൂടിയിരുന്ന ഇരുമ്പ് ഗ്രിൽ പശുവിന്റെ ദേഹത്ത് വീണ നിലയിലാണ്. ഫയർഫോഴ്സ് എത്തിയാണ് പശുവിന്റെ ജഡം പുറത്തെടുത്തത്. TCV വാർത്താ അവതാരക CG ജോസിന്റെ മകൻ പുലക്കാട്ടുകര ചേക്കപ്പറമ്പിൽ ജസ്റ്റിൻ അന്തരിച്ചു. 27 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് പുലക്കാട്ടുകര കർമ്മലമാതാ പള്ളിയിൽ നടക്കും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് തുടക്കമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ ഉദ്ഘാടനം ചെയ്തു. കമ്മീഷണർ SR ഉദയകുമാർ അധ്യക്ഷനായിരുന്നു. തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ, അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ K വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ സംവിധായകനായിട്ട് ഈ വേദിയിലേക്ക് എത്തട്ടെന്നാണ് ഞാൻ
പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നതാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു നവപീഠയാണെങ്കിൽ പോലും ഞാനത് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അപ്പം അതങ്ങനെ സംഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കടങ്ങോട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കടങ്ങോട് മൾട്ടിപർപ്പസ് സഹകരണ സംഘം സ്ഥാപക നേതാവും DCC സെക്രട്ടറിയുമായിരുന്ന TK ശിവശങ്കരന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. പന്നിത്തടം സെന്ററിൽ നടന്ന യോഗത്തിൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് കമ്മിറ്റി അംഗം BT ബൽറാം അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, CPM ഏരിയ സെക്രട്ടറി KD ബാഹുലെ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, MS ബഷീർ, KC ഹംസ, റഫീഖ് തങ്ങൾ, PS പ്രസാദ്, VK രഘുസ്വാമി, T അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂരിൽ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ മുരിയാട് സ്വദേശിയായ 16-കാരനെ ആക്രമിച്ച കേസിൽ ഗുണ്ടയും സുഹൃത്തും പിടിയിൽ. നെല്ലായി ആലത്തൂർ പേരാട് വീട്ടിൽ ഉജ്വൽ, മുരിയാട് കൂലിമാടത്ത് വീട്ടിൽ അദ്വൈത് എന്നിവരെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കുട്ടനല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയിലെ വിശുദ്ധ യൂദാശ്ലീഹയുടെ 23-ാം ഊട്ടുതിരുനാളിന് മുന്നോടിയായി വിളംബര റാലി നടന്നു. തൃശൂർ തിരുഹൃദയ ദേവാലയത്തിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച റാലി പള്ളി അങ്കണത്തിലെത്തി സമാപിച്ചു. ഒക്ടോബർ 2-നാണ് ഊട്ടുതിരുനാൾ. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,280 രൂപ, പവന് 82,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത മുനിങ്ങൂർ ജംഗ്ഷനിൽ മണ്ണിടിഞ്ഞു. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് ആഴത്തിൽ തയ്യാറാക്കിയ കാനയുടെ മണ്ണാണ് ഇടിഞ്ഞത്. ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീട്ടിലെ ഫ്രിഡ്ജ് തീപിടിച്ച് പൊട്ടിത്തെറിച്ചു. ഒഴിവായത് വൻ ദുരന്തം. കോലരിയിൽ വാഷിംഗ് മെഷീൻ കത്തിനശിച്ചു. ദേശീയപാത ചന്ദ്രാപ്നിയിൽ ടിപ്പർ ലോറി ഇടിച്ചു. ഇരുചക്രവാഹന യാത്രികനായ വ്യാപാരി മരിച്ചു. കൈപ്പമ്പുരം സ്വദേശി സെയ്ദ് മുഹമ്മദാണ് മരിച്ചത്. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം നാടെങ്ങും ആചരിച്ചു. സമൂഹ പ്രാർത്ഥനകളിൽ നിരവധി പേർ പങ്കെടുത്തു. കാഞ്ഞിരക്കോട് വനംവകുപ്പ് കേസെടുത്ത യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം. യുവാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ അനധികൃത കയ്യേറ്റം, ഗാലറി നിർമ്മാണ പ്രവർത്തനം ആക്ഷൻ കമ്മിറ്റി തടഞ്ഞു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.